കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൊട്ടിയൂരിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വം ഒരുക്കിയിരിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിൽ 55-ലധികം വരുന്ന കയ്യാലകളുടെയും വഴിപാട് കൗണ്ടറുകളുടെയും ഓല മേയൽ ആരംഭിച്ചു. ഇക്കുറി 17,50,000-നാണ് കയ്യാലകൾ കെട്ടിമേയുന്നതിന് ലേലം പോയത്. നിലവിൽ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കൂടാതെ വൈശാഖ മഹോത്സവ കാലത്ത് ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി ദേവസ്വം കിണറും ടാങ്കും നിർമ്മാണം ആരംഭിച്ചു. 1000-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടബാവലിയിൽ പാർക്കിംഗ് കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ട്. പാർക്കിംഗ് കേന്ദ്രത്തിലേക്ക് കടക്കാൻ ബാവലിപ്പുഴയിൽ 10 ലക്ഷം രൂപ മുടക്കി താൽക്കാലിക തടയണ നിർമ്മാണവും ആരംഭിച്ചു. വൈശാഖ മഹോത്സവ നഗരിയിൽ ഹരിതചട്ടവും മാലിന്യ സംസ്കരണ നിബന്ധനകളും കർശനമായി നടപ്പാക്കും. മെച്ചപ്പെട്ട രീതിയിലുള്ള വഴിപാട് കൗണ്ടറുകൾ സജ്ജീകരിക്കുന്നതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, മാനേജർ നാരായണൻ എന്നിവർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കയ്യാലകളുടെ കെട്ടിപ്പുതക്കൽ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 45ഓളം കയ്യാലകളാണ് ഇതിന് ആവശ്യമായി വരുന്നത്. ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം വിപുലമായ പാർക്കിംഗ് സൗകര്യം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇടവാവലി പുഴയുടെ കുറുകെ താൽക്കാലിക ബണ്ട് നിർമ്മിച്ചുകൊണ്ട് ഏകദേശം 4 ഏക്കറോളം സ്ഥലം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 1000ഓളം വാഹനങ്ങൾ അതിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഭക്തജനങ്ങളുടെ ആവശ്യാർത്ഥം 40ഓളം ടോയ്ലറ്റ് ബ്ലോക്കുകളും നിർമ്മിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് ദേവസ്വം അധികൃതർ. വൈശാഖ മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തി നടന്നു വരികയാണ്. കുടിവെള്ള സ്രോതസ്സ് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ കിണർ കുഴിച്ചുകൊണ്ട് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പുതിയ കിണറിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ വൈശാഖ മഹോത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കേണ്ടതുണ്ട്. വൈശാഖ മഹോത്സവത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 3, 4 തീയതികളിൽ നടക്കും. 4-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി പങ്കെടുക്കുന്ന ഉത്സവ അവലോകന യോഗവും നടക്കും. മെയ് 16-നാണ് നീരെഴുന്നള്ളത്ത്. ഹൈവിഷൻ ന്യൂസ്, കേളകം.